അപ്പോൾ ആദ്യം തന്നെ എല്ലാവരോടും ഒരു നന്ദി പറയുകയാണ്. എൻ്റെ ചാനൽ മോണിറ്റൈസേഷൻ ആയിരിക്കുകയാണ്. ഇതുവരെ വീഡിയോസൊക്കെ കണ്ട് സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും നന്ദി. ഇനിയും നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാവണം. അപ്പോൾ ഞാനിന്ന് ഈ വീഡിയോ ചെയ്യാൻ കാരണമെന്ന് പറഞ്ഞാൽ ഒരു 4-4.5 മാസത്തോളം ഞാനിപ്പോൾ ഈ യൂട്യൂബിൻ്റെ എന്താ പറയുക മോണിറ്റൈസേഷനൊക്കെ വേണ്ടിയിട്ട് ചിലവഴിച്ചു എന്ന് തന്നെ പറയാം. കുറേ വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്തിട്ട് ഞാനിങ്ങനെ വെയിറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ ഈ സമയങ്ങളിൽ ഞാൻ കണ്ട കുറേ കാര്യങ്ങളുണ്ട്, അല്ലെങ്കിൽ മനസ്സിലാക്കിയ കുറേ കാര്യങ്ങളുണ്ട്. ഇതൊക്കെ പുതിയ ഒരു യൂട്യൂബറിനും പുതിയതായിട്ട് വരുന്ന ഒരു യൂട്യൂബറിനും അല്ലെങ്കിൽ എന്താ പറയുക കുറേ നാളായിട്ട് യൂട്യൂബിൽ വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്തിട്ടും അധികം വ്യൂവോ അല്ലെങ്കിൽ മോണിറ്റൈസേഷനോ ഒന്നും ആവാതെ നിൽക്കുന്ന ആൾക്കാർക്കൊക്കെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. എനിക്കും കൂടെ പറ്റിപ്പോയിട്ടുള്ള കുറച്ച് മണ്ടത്തരങ്ങളും കൂടെ ഉണ്ട്. അപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കുക, ഈ വീഡിയോ മുഴുവനായിട്ട് നിങ്ങൾ കാണുക. നിങ്ങൾ ഈ വീഡിയോ കാണുന്നത് എന്തുകൊണ്ട് നിങ്ങൾക്ക് ഒരിക്കലും നഷ്ടമാവില്ല എന്ന് ഞാൻ ഉറപ്പ് തരാം. നമ്മുടെ ചാനലും പുതിയൊരു ചാനൽ തന്നെയാണ്, അതുകൊണ്ട് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്കും കമൻറ്റും ഒക്കെ ഒന്ന് ചെയ്യുക. ഞാൻ പറഞ്ഞു വന്നത് ഇത്രയേ ഉള്ളൂ. ഞാൻ ഈ ഒരു 4-4.5 മാസത്തോളം ഇതിൻ്റെ പുറകെ നടന്നപ്പോൾ മനസ്സിലായ കാര്യം എന്ന് പറഞ്ഞാൽ ഒരുപാട് പേര് പുതിയ ആൾക്കാർ ഇപ്പോൾ യൂട്യൂബ് ചാനലൊക്കെ തുടങ്ങിയിട്ട് വരുന്നുണ്ട്. അപ്പോൾ എല്ലാവരും തന്നെ ഫേസ് ചെയ്യുന്ന കുറച്ച് പ്രോബ്ലംസാണ്. വ്യൂ ഉണ്ടാകുന്നില്ല, അല്ലെങ്കിൽ ഇപ്പോൾ നമുക്ക് തന്നെ അറിയാം 1000 സബ്സ്ക്രൈബേഴ്സും 4000 മണിക്കൂർ നമ്മുടെ വീഡിയോസൊക്കെ യൂട്യൂബിൽ കൂടെ പ്ലേ ആയാൽ മാത്രമേ യൂട്യൂബ് നമുക്ക് പരസ്യങ്ങൾ നമ്മളുടെ ചാനലിൽ കാണിക്കത്തുള്ളൂ, മോണിറ്റൈസ്ഡ് ആകത്തുള്ളൂ. എന്നാൽ മാത്രമേ നമുക്ക് ചെയ്തതിനൊക്കെ ഒരു ഉപയോഗം ഉണ്ടാകത്തുള്ളൂ, കാശ് കിട്ടത്തുള്ളൂ. പരസ്യം അതും നമ്മുടെ ഈ ക്രൈറ്റീരിയ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഉടനെ തന്നെ പരസ്യം കിട്ടി അതിലൂടെ നമുക്ക്, അല്ലെങ്കിൽ ഈ ക്രൈറ്റീരിയ കംപ്ലീറ്റ് ചെയ്താൽ ഉടനെ നമ്മൾ അതുവരെ ഇട്ട വീഡിയോസിനൊക്കെ പൈസ കിട്ടും എന്നൊക്കെ ഉള്ള തെറ്റിദ്ധാരണകളൊക്കെ ഉണ്ട്. പല യൂട്യൂബേഴ്സിന് തന്നെ പല പേർക്കും അങ്ങനെ ഒരു തെറ്റിദ്ധാരണയുണ്ട്. അങ്ങനെയൊന്നുമല്ല. അതിനുശേഷം നമ്മുടെ വീഡിയോയിൽ കാണിക്കുന്ന പരസ്യത്തിനനുസരിച്ചിട്ടാണ് നമുക്ക് കാശ് കിട്ടുന്നത്, നമുക്കറിയാം. പക്ഷേ നിങ്ങൾ ചെയ്യുന്ന ഈ പുതിയ യൂട്യൂബേഴ്സ് ചെയ്യുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ കുറേ വ്യൂ ഒന്നും വരാതിരിക്കുമ്പോൾ കുറേ ഫേസ്ബുക്കിലെ ഗ്രൂപ്പുകൾ, വാട്സാപ്പിലെ ഗ്രൂപ്പുകൾ, അല്ലെങ്കിൽ ടെലഗ്രാമിലെ ഗ്രൂപ്പുകളിലൊക്കെ പോയിട്ട് ഒരുപാട് സബും അല്ലെങ്കിൽ ടാസ്കുകളൊക്കെ ചെയ്യാറുണ്ട്. വാച്ച് അവർ കൂട്ടാനായിട്ട് പരസ്പരം വീഡിയോസ് കണ്ട് സഹായിക്കുന്ന പരിപാടികൾ, അങ്ങനെയൊക്കെ എല്ലാവരും ചെയ്യുന്നു എന്നല്ല ഞാൻ പറയുന്നത്. ഒരുവിധപ്പെട്ട കുറച്ചെങ്കിലും യൂട്യൂബേഴ്സൊക്കെ ചെയ്യുന്ന ഒരു കാര്യമാണ്. എല്ലാവരും അങ്ങനെയാണ് വ്യൂവും വാച്ച് അവറൊക്കെ ഉണ്ടാക്കുന്നതെന്നല്ല, ഞാൻ ഒരിക്കലും അങ്ങനെയല്ല ഞാൻ പറയുന്നത്. അപ്പോൾ അങ്ങനെ ചെയ്യുന്നവർ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ സ്വന്തം ചാനലിനെ പല സാഹചര്യങ്ങളിലും അവരായിട്ട് തന്നെ നശിപ്പിക്കുകയാണ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാനായിട്ട് സാധിക്കും. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഒരു പരിധി വരെ ചില കാര്യങ്ങളൊക്കെ അതിൽ ചെയ്യുന്നത് നല്ലതൊക്കെ തന്നെയാണ്. പക്ഷേ നിങ്ങളൊരു 3-4 അല്ലെങ്കിൽ 5 മണിക്കൂർ, അല്ലെങ്കിൽ ചില ആൾക്കാരൊക്കെ ദിവസങ്ങളോളം ടാസ്കുകൾക്ക് വേണ്ടിയിട്ട് മാത്രമായിട്ട് ചിലവാക്കുന്നത്, അവർ യൂട്യൂബിൽ വന്നതിൻ്റെ ഉദ്ദേശം പോലും മറന്നുപോയിട്ട് ടാസ്കുകൾക്ക് വേണ്ടി ചിലവാക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളവർ മനസ്സിലാക്കുക, നിങ്ങൾ ഈ ഇത്രയും മണിക്കൂർ ആ ടാസ്കുകൾക്ക് വേണ്ടി കളയുന്ന ആ ടൈം നിങ്ങൾക്ക് തീർച്ചയായിട്ടും നഷ്ടമാകുന്ന ഒരു ടൈം തന്നെയാണ്. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ സമയം ഉപയോഗിച്ചിട്ട് നിങ്ങളൊരു വീഡിയോ അപ്ലോഡ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ ഒരു 10-100 വ്യൂവേ അതിന് വരുന്നുള്ളൂ എന്ന് തന്നെ ഇരിക്കട്ടെ. പക്ഷേ ആ കാണുന്ന ആൾക്കാർ കാണുന്ന വാച്ച് ടൈം നിങ്ങൾ ടാസ്കുകൾ ഉണ്ടാക്കുന്നതിനേക്കാൾ ചിലപ്പോൾ കൂടുതലായിരിക്കും. ടാസ്കുകളിൽ നിന്ന് ഉണ്ടാക്കുന്നതിനേക്കാൾ കൂടുതൽ വാച്ച് ടൈം നിങ്ങൾക്ക് കിട്ടുകയും ചെയ്യും. രണ്ടാമത്തെ മെയിൻ പോയിൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ വീഡിയോ നിങ്ങൾക്ക് അസറ്റായിരിക്കും, നിങ്ങളുടെ ഒരു സമ്പത്തായിട്ട് നിങ്ങളുടെ യൂട്യൂബ് ചാനലിൽ അവിടെ കിടക്കുകയും ചെയ്യും. വേറൊരു മെയിൻ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഓരോ ദിവസവും വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതനുസരിച്ചിട്ട് നിങ്ങൾ പോലും അറിയാതെ നിങ്ങളുടെ വീഡിയോസിൻ്റെ ക്വാളിറ്റിയും വർദ്ധിച്ചുകൊണ്ടിരിക്കും. അതൊക്കെ തന്നെയാണ് മോണിറ്റൈസേഷൻ കൊണ്ട് യൂട്യൂബ് ഉദ്ദേശിക്കുന്നത്. നല്ല ക്വാളിറ്റി കണ്ടൻറ്റിൽ മാത്രം അവരുടെ പരസ്യം കാണിച്ചിട്ടേ കാര്യമുള്ളൂ, അല്ലെങ്കിൽ അഡ്വർടൈസേഴ്സ് പരാതി നൽകൂലേ, അത് അങ്ങനെയൊക്കെ കൊണ്ടാണ് ഇങ്ങനെ ഒരു പോളിസി തന്നെ യൂട്യൂബ് വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾ നല്ല രീതിയിലുള്ള കണ്ടൻറ്റുകൾ ഡെയിലി അപ്ലോഡ് ചെയ്തുകൊണ്ടേ ഇരിക്കുക. നമ്മൾ ഒരു വീഡിയോ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് യൂട്യൂബ് അതിന് നമ്മുടെ കുറച്ച് സബ്സ്ക്രൈബേഴ്സ് ഉണ്ടെങ്കിൽ ആ സബ്സ്ക്രൈബേഴ്സിൽ കുറച്ച് പേർക്ക് ആദ്യം ഇത് സജഷനിൽ കൊടുക്കും, ബാക്കിയുള്ള കുറച്ച് പേർക്ക് നോട്ടിഫിക്കേഷനിലും ഒക്കെ കൊടുക്കും. ഇത് ഈ സജഷനിലും നോട്ടിഫിക്കേഷനിലും ഒക്കെ വരുന്ന ഈ വീഡിയോ ആൾക്കാർ കാണുന്നുണ്ടോ എന്നായിരിക്കും ആദ്യം നോക്കുന്നത്. ആ വീഡിയോ ക്ലിക്ക് ചെയ്ത് ആൾക്കാർ എത്ര ശതമാനം ആ വീഡിയോ കാണുന്നുണ്ട്, അതായത് വെറുതെ ക്ലിക്ക് ചെയ്തിട്ട് പെട്ടെന്ന് തന്നെ ഇറങ്ങി പോയി കഴിഞ്ഞാലും അത് ആ വീഡിയോയ്ക്ക് ഗുണമല്ല, ദോഷം ചെയ്യും. അതുകൊണ്ട് ആ വീഡിയോ എത്ര ശതമാനം ആൾക്കാർ കാണുന്നുണ്ട്, അതിപ്പോൾ മുഴുവനായിട്ടൊക്കെ ആൾക്കാർ കാണുന്നുണ്ടെങ്കിൽ പിന്നെയും മുഴുവനായിട്ട് തന്നെ കാണണമെന്നില്ല, ഒരു 50% പുറത്തെങ്കിലുമൊക്കെ കാണുന്നുണ്ട് എങ്കിൽ ഈ വീഡിയോ പിന്നെയും അടുത്ത നമ്മുടെ സബ്സ്ക്രൈബേഴ്സിലോട്ട് കുറച്ചുകൂടെ പ്രൊമോട്ട് ചെയ്യപ്പെടും. സബ്സ്ക്രൈബേഴ്സിലോട്ട് മാത്രമല്ല കേട്ടോ, ആ കണ്ടൻറ്റുമായിട്ട് റിലേറ്റഡ് ആയിട്ട് സെർച്ച് ചെയ്യുന്ന ആൾക്കാർക്ക് ആദ്യമൊക്കെ നമ്മൾ വീഡിയോ ഇട്ട് ആദ്യത്തെ ദിവസമൊക്കെ നിങ്ങൾ ചെക്ക് ചെയ്താൽ മനസ്സിലാവും
ആദ്യ ദിവസമൊക്കെ ആ കണ്ടൻറ്റുമായിട്ട് റിലേറ്റ് ആയിട്ട് നിങ്ങൾ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ എവിടെയെങ്കിലുമൊക്കെ സെർച്ച് റിസൾട്ടിൽ നമ്മുടെ ആ വീഡിയോ വരും. പിന്നെ ആ വീഡിയോ കാണുന്നതിനനുസരിച്ചിട്ടായിരിക്കും പിന്നെയും സെർച്ചിലോട്ട് പോകുന്നത്. ചില ആൾക്കാരെ നിങ്ങൾ കണ്ടിട്ടില്ല, അവരിടുന്ന വീഡിയോ ആദ്യത്തെ വീഡിയോ തന്നെ ചിലപ്പോൾ വൈറലാവാം. അതെങ്ങനെയാണ് സംഭവിക്കുന്നത്? അവർ ആ ഒരു കണ്ടൻറ്റുമായിട്ടൊക്കെ റിലേറ്റഡ് ആയിരിക്കുന്ന ആ ഒരു ഇൻട്രസ്റ്റുള്ള ആൾക്കാർക്കൊക്കെ ചെറുതായിട്ടൊക്കെ ഒന്ന് സജഷനിൽ ആദ്യം തന്നെ യൂട്യൂബ് ഒന്ന് ഇട്ട് നോക്കും. അപ്പോൾ അത് ആൾക്കാർ കാണുന്നുണ്ടോ നോക്കിയിട്ടായിരിക്കും പിന്നെ അതിനനുസരിച്ചിട്ട് ഈ ഞാൻ പറഞ്ഞല്ലോ, അതിനെ കാണുന്നതിൻ്റെ ടൈം, ക്ലിക്ക് ചെയ്യുന്നതിൻ്റെ ഇംപ്രഷൻ, ഇങ്ങനെയുള്ള കാര്യങ്ങൾ, അതായത് ഓഡിയൻസ് റിട്ടൻഷൻ എന്ന് പറയുന്നതാണ് നമ്മുടെ ഈ കാണുന്നതിൻ്റെ ടൈം എന്നൊക്കെ പറയുന്ന ആ ഒരു സംഭവമൊക്കെ വരുന്നത്. അപ്പോൾ അതൊക്കെ കൂടുതൽ വരുന്നതനുസരിച്ചിട്ടായിരിക്കും പിന്നെയും സജസ്റ്റ് ചെയ്യുന്നത്. നിങ്ങൾ ചെയ്യുന്ന മണ്ടത്തരത്തിൽ നിങ്ങൾ സബ് ഫോർ സബിന് ഒരു വീഡിയോ നിങ്ങൾ ആർക്കെങ്കിലും കൊടുത്തു എന്ന് വയ്ക്കുക, അവരോട് വീഡിയോ ജസ്റ്റ് ഒന്ന് കണ്ടിട്ട് സബ് ചെയ്തിട്ട് പൊക്കോളാൻ പറയും. അപ്പോൾ അവർ ചെയ്യുന്ന എന്താണ്, ആ വീഡിയോ ജസ്റ്റ് കാണുന്നു, ജസ്റ്റ് ഒന്ന് എടുത്തിട്ട് സബ് ചെയ്തിട്ട് പോകുന്നു. അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ സംഭവിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ വീഡിയോയെ നിങ്ങൾ തന്നെ പൈസ കൊടുത്തിട്ട് ഒരാളെ ഇരുത്തി നശിപ്പിക്കാൻ വേണ്ടിയിട്ട് ഏർപ്പാടാക്കിയ പോലെയാണ് ആ കലാപരിപാടി നടക്കുന്നത്. പിന്നെ നിങ്ങൾ തന്നെ മനസ്സിലാക്കിയിട്ടുണ്ടാവും, എത്രയധികം സബ് ഫോർ സബൊക്കെ ചെയ്തിട്ടും നിങ്ങൾക്ക് ഓർഗാനിക് ആയിട്ടുള്ള വ്യൂ ഉണ്ടാക്കിയെടുക്കാൻ കഴിഞ്ഞിട്ടില്ല എങ്കിൽ ആ വീഡിയോ അവിടെ തന്നെ കിടക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. നിങ്ങൾ ഉണ്ടാക്കിയെടുക്കുന്ന വ്യൂ, കഷ്ടപ്പെട്ടുണ്ടാക്കിയെടുക്കുന്ന വ്യൂ കൊണ്ട് യാതൊരു ഉപയോഗമില്ല. നിങ്ങൾ നാളെ മോണിറ്റൈസ് ആയി കഴിഞ്ഞാൽ പോലും അതിൽ നിന്നും ഒരു 5 പൈസ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നില്ല. അതുകൊണ്ട് നിങ്ങൾ ഓർഗാനിക് ആയിട്ടുള്ള വ്യൂ ഉണ്ടാക്കി എടുത്തേ മതിയാകൂ. അതിന് വേറെ ഓപ്ഷനൊന്നുമില്ല. നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കുക, നിങ്ങൾ എന്ത് ചെയ്യുന്നു എന്ന് എവിടെ ഫോണിൽ ഏതൊരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്താലും അത് കറക്റ്റായി മനസ്സിലാക്കാനായിട്ടുള്ള ഫെസിലിറ്റി യൂട്യൂബിനും ഗൂഗിളിനും ഒക്കെ നന്നായിട്ടുണ്ട്. അപ്പോൾ അവർക്ക് മനസ്സിലാകാതിരിക്കുമോ നിങ്ങൾ സബ് ഫോർ സബ് ചെയ്യുന്നുണ്ടെന്നോ, അല്ലെങ്കിൽ ടാസ്കുകൾ ചെയ്യുന്നുള്ള കാര്യങ്ങളോ, അല്ലെങ്കിൽ ഈ ഫേസ്ബുക്കിലൊക്കെ തന്നെ ഇത്രയധികം ഗ്രൂപ്പുകൾ കിടക്കുമ്പോൾ യൂട്യൂബിന് നന്നായിട്ട് അറിയാം ഇത്രയും ആൾക്കാർ സബ് ഫോർ സബും ടാസ്കും ഒക്കെ ചെയ്യുന്നുണ്ടെന്ന്. അപ്പോൾ അതിൽ കുടുങ്ങി ആൽഗോരിതത്തിൽ കയറി വൈറലാകാം എന്നുള്ള ഒരു ധാരണയൊന്നും നിങ്ങൾക്ക് വേണ്ട, തീർച്ചയായിട്ടും വേണ്ട. അതിന് നിങ്ങൾ നല്ല കണ്ടൻറ്റ് ക്രിയേറ്റ് ചെയ്തേ മതിയാകൂ, നല്ല തംബ്നെയിൽ ക്രിയേറ്റ് ചെയ്തേ മതിയാകൂ, നല്ല ടൈറ്റിൽ നിങ്ങൾ ആഡ് ചെയ്തേ മതിയാകും. ഈ 3 കാര്യങ്ങൾ മാത്രമേ നിങ്ങളുടെ വീഡിയോയെ ഏത് രീതിയിലും സഹായിക്കാൻ പോകുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഇടുന്ന വീഡിയോ എത്ര നല്ല കണ്ടൻറ് ആയിരുന്നാൽ പോലും, ഉള്ളിൽ എത്ര വലിയൊരു സംഭവം ഉണ്ടായിരുന്നാൽ പോലും, തംബ്നെയിലും ടൈറ്റിലും കറക്റ്റ് അല്ല എങ്കിൽ, അല്ലെങ്കിൽ നല്ല അട്രാക്റ്റീവ് അല്ല എങ്കിൽ അതിന് ക്ലിക്ക് വരത്തില്ല. അതിനനുസരിച്ചിട്ട് യൂട്യൂബ് അതിനെ പ്രൊമോട്ട് ചെയ്യത്തുമില്ല. അതുകൊണ്ട് നിങ്ങൾ വീഡിയോ ഇടാൻ ഉപയോഗിക്കുന്ന ആ ടൈം തന്നെ തംബ്നെയിലിന് വേണ്ടിയിട്ടും നിങ്ങൾ മാറ്റി വയ്ക്കുക എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം. നല്ല രീതിയിൽ തന്നെ നിങ്ങൾ വീഡിയോ ചെയ്യുന്നതോടൊപ്പം തന്നെ അതിനേക്കാൾ ബെറ്ററായിട്ട് തന്നെ ഒരു പക്ഷേ പറ്റുമെങ്കിൽ നിങ്ങൾ തംബ്നെയിലിനെ കൂടി ശ്രദ്ധിക്കുക. പിന്നെ അതിൻ്റെ കൂടെ തന്നെ നിങ്ങൾ മനസ്സിലാക്കുക, 10,000 വാച്ച് അവറും സബ്സ്ക്രൈബേഴ്സും ഒക്കെ വേണമെന്നൊക്കെ പറഞ്ഞിട്ടൊക്കെ പുതിയ ഓരോരോ റൂമറുകളൊക്കെ നമ്മുടെ ഈ പറയുന്ന സ്ഥലങ്ങളിൽ, ഈ ഗ്രൂപ്പുകളിലൊക്കെ ഇങ്ങനെ നിറഞ്ഞ് നടക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ തന്നെ ആലോചിക്കുക, നാളെ ഒരു സുപ്രഭാതത്തിൽ പെട്ടെന്ന് യൂട്യൂബ് അങ്ങനെ ഒരു പോളിസി കൊണ്ടുവരികയാണെന്ന് തന്നെ വയ്ക്കുക. അതൊക്കെ റൂമറാണ്. ഇപ്പോൾ വന്നിരിക്കുന്ന ഈ വാർത്തകളൊക്കെ വെറും റൂമർ തന്നെയാണ്. ഞാൻ അതിൻ്റെ പുറകിൽ കുറച്ച് നേരം ഇരുന്നപ്പോൾ മനസ്സിലായ കാര്യമാണ് അത് വെറും റൂമറാണെന്നുള്ള കാര്യം. പക്ഷേ നമ്മുടെ ഈ യൂട്യൂബ് അങ്ങനെ ഒരു ക്രൈറ്റീരിയ കൊണ്ടുവരികയാണെന്ന് വയ്ക്കുക. ഒരു 10,000 മണിക്കൂർ, നിങ്ങളൊരു 3,900 മണിക്കൂർ വരെ കഷ്ടപ്പെട്ട് ഉണ്ടാക്കി കഴിഞ്ഞ ശേഷം ഒരു സുപ്രഭാതത്തിൽ യൂട്യൂബ് പറയുകയാണ് ഇത്രയും മണിക്കൂർ പോരാ, നിങ്ങൾ പിന്നെയും അതിന് വേണ്ടി അങ്ങ് ഇരിക്കുമോ? അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, നിങ്ങൾ കണ്ടൻറ്റിൽ ശ്രദ്ധിക്കുക. ഓരോ ദിവസവും നിങ്ങളുടെ കണ്ടൻറ്റ് നിങ്ങൾ പോലും അറിയാതെ ഇമ്പ്രൂവ് ആയിക്കൊണ്ടിരിക്കും. അതനുസരിച്ച് ഏതെങ്കിലും ഒരു വീഡിയോ നിങ്ങളുടെ ക്ലിക്കായി കഴിഞ്ഞാൽ, യൂട്യൂബിൻ്റെ ആൽഗോരിതത്തിൽ കുടുങ്ങി ക്ലിക്കായി കഴിഞ്ഞ് കഴിഞ്ഞാൽ, നിങ്ങളുടെ ബാക്കിയുള്ള വീഡിയോസും ക്വാളിറ്റി ഉണ്ടെങ്കിൽ മാത്രം അതും പ്രൊമോട്ട് ചെയ്യപ്പെടുന്നതാണ്. അതും ആൾക്കാർ കാണുന്നതനുസരിച്ച് നിങ്ങളുടെ ചാനൽ തന്നെ വളരെ പെട്ടെന്ന് ക്ലിക്കാവാനായിട്ട് സാധിക്കും എന്നുള്ളതാണ്. പക്ഷേ ഒരുപാട് നാളെടുത്തിട്ടും വ്യൂവും സബ്സ്ക്രൈബേഴ്സും ഒന്നും കൂടാതെ വരുന്നതിൻ്റെ മെയിൻ കാരണം എന്ന് പറഞ്ഞാൽ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങൾ ഡെഡ് സബ്സ്ക്രൈബേഴ്സിന് ഒരുപാട് പേരെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടാവും. അതായത് നിങ്ങൾ സബ് ഫോർ സബ് വഴി ഉണ്ടാക്കുന്ന സബ്സ്ക്രൈബേഴ്സ് ആരും പിന്നീട് നിങ്ങളുടെ വീഡിയോസ് കാണണമെന്ന് യാതൊരു നിർബന്ധമില്ല, അവർ കാണത്തില്ല. അങ്ങനെ വരുമ്പോൾ എന്താണ് സംഭവിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ, യൂട്യൂബ് ആദ്യം കുറച്ച് പേരിലേക്ക് സജഷനിലേക്ക് വിടും. അവർ കാണാതെ വരുമ്പോൾ പിന്നീട് യൂട്യൂബ് സജഷനിലേക്ക് വിടുന്നത് കുറഞ്ഞു വരും. അത് എത്ര നല്ല വീഡിയോ ആയാൽ പോലും ചിലപ്പോൾ അത് ക്ലിക്കായില്ല എന്ന് വരും. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, നിങ്ങൾ ഡെഡ് സബ്സ്ക്രൈബേഴ്സിനെ ഉണ്ടാക്കി വെച്ചിട്ട് യാതൊരു കാര്യമില്ല. നിങ്ങൾ ഓർഗാനിക് ആയിട്ടുള്ള വ്യൂ ഉണ്ടാക്കിയെടുക്കാനായിട്ട് ശ്രമിക്കുക. അതിന് മറ്റ് യാതൊരു കുറുക്ക് വഴികളുമില്ല. കുറുക്ക് വഴിയുള്ളത് ഇത്ര മാത്രമേ ഉള്ളൂ, നല്ല തംബ്നെയിൽ വെക്കുക, ടൈറ്റിൽ വെക്കുക, നല്ല കണ്ടൻറ്റ് ഇടുക. ഇതല്ലാതെ വേറെ വഴികളൊന്നുമില്ല. ഇപ്പോൾ എൻ്റെ ചാനലിൽ ഞാൻ ഇടുന്നത് ടെക്നോളജി പരമായിട്ടുള്ള വീഡിയോസാണ്. എൻ്റെ കണ്ടൻറ്റിന് ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ,
ആൾക്കാർ സെർച്ച് ചെയ്ത് കാണുന്നതാണ്, ആവശ്യക്കാർ കാണുന്നതാണ്, എല്ലാവരിലേക്കും എത്തുന്ന ഒരു സംഭവമല്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ ചെയ്തിട്ടുണ്ടോ എന്തെങ്കിലും ടാസ്ക് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് വീഡിയോ ഇട്ടിട്ട് ടൈം വളരെയധികം കുറവായിരിക്കും. കിട്ടുന്ന സമയമുണ്ടെങ്കിൽ ഞാൻ ആകെ ചെയ്യുന്ന ഒരു പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വീഡിയോ ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ അന്നത്തെ ദിവസം അതിനെ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. കാരണം ആൽഗോരിതം അതിനെ ആ വീഡിയോ ആദ്യം പഠിക്കേണ്ടതുണ്ട് ആ സമയത്ത്. അപ്പോൾ ഞാൻ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഫേസ്ബുക്കിലോ ഒക്കെ ഉള്ള ഇതുപോലുള്ള ആൾക്കാരുടെ അടുത്ത് ഞാനിങ്ങനെ മെസ്സേജ് അയച്ചിട്ട് വീഡിയോ ഒന്ന് കാണാവോ, നിങ്ങൾ സബ്സ്ക്രൈബ് ഒന്നും ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല, വീഡിയോ ജസ്റ്റ് ഒന്ന് മുഴുവനായിട്ട് കാണാവോ എന്ന് ചോദിക്കാറുണ്ട്. അതൊരു 5-10 ആൾക്കാർക്ക് ഞാനൊരു ദിവസം ഒരു പുതിയ വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ സമയം കിട്ടുമെങ്കിൽ മാത്രം ഞാൻ ചെയ്യുന്ന ഒരു പരിപാടിയാണ്. അപ്പോൾ അവർ ആ വീഡിയോ മുഴുവനായിട്ട് കാണുമ്പോൾ പിന്നെയും അത് സെർച്ചിലോട്ട് വരുന്നുണ്ട്. സെർച്ചിലോട്ട് വരുന്നതനുസരിച്ചിട്ട് ചെറിയ ചെറിയ ഇമ്പ്രൂവ്മെൻ്റ് എൻ്റെ വീഡിയോയ്ക്ക് കിട്ടുന്നുമുണ്ട്. നിങ്ങളിന്ന് ഈ കാണുന്ന യൂട്യൂബേഴ്സൊക്കെ നിങ്ങൾ സക്സസ് ആയി എന്ന് വിചാരിച്ചിട്ട് നിങ്ങൾ കാണുന്ന യൂട്യൂബേഴ്സിനോടൊക്കെ നിങ്ങൾ ചോദിച്ചു നോക്കുക. അവരിൽ 90% ആൾക്കാരും വർഷങ്ങളെടുത്തിട്ടൊക്കെ, മാസങ്ങളും വർഷങ്ങളൊക്കെ എടുത്തിട്ടായിരിക്കും സക്സസ് ആയി വന്നത്. നിങ്ങളൊക്കെ ഇപ്പോഴും കാണുന്നത് ഒരാഴ്ച കൊണ്ടോ 2 ആഴ്ച കൊണ്ടോ ഒക്കെ ക്ലിക്കായ നമ്മുടെ അർജയെ പോലുള്ള ആൾക്കാരെയൊക്കെ മുൻനിർത്തിയായിരിക്കും നിങ്ങളുടെ വീഡിയോസിനെയൊക്കെ വിലയിരുത്തുന്നത്. അതൊക്കെ ലക്ഷക്കണക്കിന് ചാനലുകളിൽ 1-2 പേർക്ക് ഉണ്ടാകുന്ന ഭാഗ്യങ്ങളാണ്. അപ്പോൾ ബാക്കിയുള്ളവരൊക്കെ അതുപോലെ തന്നെ കിടപ്പുണ്ട്. എല്ലാവരും നല്ല നല്ല കണ്ടൻറ് ഇടാൻ ശ്രമിക്കുന്നുണ്ട്. എല്ലാവർക്കും ഉള്ള വ്യൂവേഴ്സ് യൂട്യൂബിനകത്ത് ഉണ്ട് എന്നുള്ളത് തന്നെയാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. അത് നിങ്ങൾ മനസ്സിലാക്കുക. എല്ലാ തരം വീഡിയോസും കാണാനായിട്ട് ഇൻട്രസ്റ്റ് ഉള്ള ആൾക്കാർ യൂട്യൂബിലുണ്ട്. അത് ദിനം പ്രതി വർദ്ധിച്ചു വരികയാണ്. നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ നിങ്ങൾ യാതൊരു മടിയും വിചാരിക്കാണ്ട് വീഡിയോസ് അപ്ലോഡ് ചെയ്തുകൊണ്ടിരിക്കുക. നല്ല നല്ല കണ്ടൻറ്റ് ഓരോ ദിവസവും നിങ്ങൾ നിങ്ങളുടെ വീഡിയോസിനെ വാച്ച് ചെയ്ത് ഇമ്പ്രൂവ്മെൻറ്റ് ഉണ്ടാക്കിക്കൊണ്ടേയിരിക്കുക. തീർച്ചയായിട്ടും നിങ്ങളുടെ ഏതെങ്കിലും ഒരു വീഡിയോ ക്ലിക്കാവുക തന്നെ ചെയ്യും. അതല്ലെങ്കിൽ തന്നെ ഞാനിപ്പോൾ ആലോചിക്കുന്നതെന്ന് പറഞ്ഞാൽ ഒരു വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ ഞാൻ ആലോചിക്കുന്നത് ഒരാളെങ്കിൽ ഒരാൾ ആ വീഡിയോ കണ്ടിട്ട് എനിക്ക് നല്ലൊരു അഭിപ്രായം പറയുന്നുണ്ടോ എന്ന് മാത്രമേ ഞാൻ ആലോചിക്കുന്നുള്ളൂ. അങ്ങനെ ഒരാൾ കണ്ടാൽ മതി, ഞാൻ സംതൃപ്തനാണ്. ഞാൻ ചെയ്യുന്ന കാര്യത്തിൽ എനിക്കൊരു റിസൾട്ട് കിട്ടിയെന്ന് തന്നെ ഞാൻ ചിന്തിക്കും. അപ്പോൾ അതുപോലെ നിങ്ങളും വീഡിയോസ് നല്ല രീതിയിൽ തന്നെ വീഡിയോസ് ഇടാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. അല്ലാണ്ട് ഒരുപാട് സമയങ്ങൾ നിങ്ങൾ വെറുതെ കളയാണ്ടിരിക്കുക. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്കും സബ്സ്ക്രൈബും ഒക്കെ ഒന്ന് ചെയ്യുക. കൂട്ടത്തിൽ എൻ്റെ ഇനി വരുന്ന വീഡിയോസോ അല്ലെങ്കിൽ ഇനി നിങ്ങൾക്ക് സജഷനിലൊക്കെ എൻ്റെ വീഡിയോസൊക്കെ വരുന്നുണ്ടെങ്കിൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് കാണാനും കൂടെ ശ്രമിക്കുക.